ദേവലോകത്തെ വിറപ്പിച്ച ശൂരപത്മൻ എന്ന അസുരചക്രവർത്തിയുമായി ഭഗവാൻ മുരുകൻ ഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിൽ ശൂരപത്മന്റെ സർവ്വസൈന്യങ്ങളും മുരുകന്റെ വേലിനു മുന്നിൽ തകർന്നടിഞ്ഞു. തന്റെ പരാജയം ഉറപ്പായ നിമിഷം ശൂരപത്മൻ തന്റെ മാന്ത്രികശക്തി ഉപയോഗിച്ച് ആർക്കും പിടികൊടുക്കാതെ ഒരു ഭീമാകാരനായ മാമരമായി രൂപാന്തരം പ്രാപിച്ചു. ആകാശത്തോളം വളർന്നുനിന്ന ആ മരത്തിന്റെ വേരുകൾ പാതാളത്തോളമെത്തി. ഈ പ്രപഞ്ചത്തെ തന്നെ വിഴുങ്ങാൻ പോന്ന ആ ഭീകരരൂപത്തെ എങ്ങനെ കീഴടക്കുമെന്നറിയാതെ ദേവന്മാർ സ്തംഭിച്ചുനിന്നു. മുരുകന്റെ അവസാന പരീക്ഷണമായിരുന്നു അത്. സർവശക്തിയുമെടുത്ത് മുരുകൻ തന്റെ വേൽ ആ മാമരത്തിനു നേരെ പ്രയോഗിച്ചു. മുരുകന്റെ ദിവ്യവേൽ ആ മാമരത്തെ നെടുകെ പിളർത്തി. എന്നാൽ അത്ഭുതമെന്നു പറയട്ടെ, ആ മരത്തിൽ നിന്നും ശൂരപത്മന്റെ അന്ത്യമായിരുന്നില്ല സംഭവിച്ചത്. പിളർന്ന രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് ഘോരരൂപിയായ ഒരു പൂവൻകോഴിയായും മറ്റേത് വർണ്ണമനോഹരവും 1000 കണ്ണുകളുള്ളതുമായ ഒരു പടുകൂറ്റൻ മയിലായും രൂപാന്തരം പ്രാപിച്ചു. കോഴി ഉച്ചത്തിൽ കൂവിക്കൊണ്ട് മുരുകനു നേരെ പാഞ്ഞെടുത്തു. മയിൽ തന്റെ പീലി വിടർത്തിയാടി ഭഗവാനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ കരുണാമയനായ മുരുകൻ ആ അസുരരൂപങ്ങളെ തന്റെ ദിവ്യശക്തിയാൽ അനുഗ്രഹിച്ചു. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ ശൂരപത്മന്റെ അംശമായ ആ പക്ഷികൾ മുരുകന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു. പ്രപഞ്ചനാഥനായ മുരുകൻ ആ മയിലിനെ തന്റെ വാഹനമായും കോഴിയെ തന്റെ കൊടിയടയാളമായും സ്വീകരിച്ചു. അങ്ങനെ അഹങ്കാരത്തിന്റെ പ്രതീകമായ ശൂരപത്മൻ എന്നേക്കുമായി മുരുകന്റെ വാഹനമായി മാറി.